വെൽക്കം സ്റ്റുഡൻസ്. നമുക്ക് ചാപ്റ്റർ 2 റിട്ടേൺ ആൻഡ് റിസ്ക് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ചാപ്റ്റർ 2 റിട്ടേൺ ആൻഡ് റിസ്കിലെ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് റിട്ടേൺ ഇസ് ദ ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് തിരിച്ച് ലഭിക്കുന്ന റിട്ടേൺ, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണോ വേണ്ടിയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇതാണ് റിട്ടേൺ പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ടു ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച് ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് ഇൻറ്റു 100 എന്നാണ് റേറ്റ് ഓഫ് റിട്ടേൺ പറയുന്നത്. നമുക്ക് എത്ര തിരിച്ച് കിട്ടുന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് എടുത്തതിന് ശേഷം നമ്മൾ ഫേസ് വാല്യൂ, ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്തെ ഫേസ് വാല്യൂ വരിക 100 രൂപ വരും. നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് 10 രൂപയാണ്. പിന്നെ നമ്മൾ ഫ്യൂച്ചർ, അതായത് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണോ ഇത് തിരിച്ചു കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്, ആ നേരമാകുമ്പോഴേക്ക് ഇതിന് 110 രൂപ നമുക്കിതിന് വാല്യൂ വരും. ഫ്യൂച്ചർ മാർക്കറ്റ് വാല്യൂ 110 രൂപ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച്. എന്തിൻ്റെ പ്രൈസ് ചേഞ്ചാണ്? നമ്മുടെ അസറ്റിൻ്റെ പ്രൈസ് ചേഞ്ച്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൈസ് ചേഞ്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ്. അപ്പോൾ നമ്മൾ ഒരു വർഷം, ഇപ്പോൾ നമ്മൾ ഹോൾഡിംഗ് പീരീഡ് ഒരു വർഷം ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഹോൾഡിംഗ് പീരീഡ് 1 ഇയർ എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. കാരണം നമ്മൾ ഒരു വർഷം വരെയാണ് നമ്മൾ ഈ അസറ്റ് നമ്മൾ കൈവശം വെക്കുന്നത്. എന്നിട്ടാണ് നമ്മളിത് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ നേരത്തെ തന്നെയാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന നേരത്ത് എത്രയാണ് നമുക്കിവിടെ കിട്ടുന്ന ഇൻകം, ഡിവിഡൻഡ് എത്രയാണ് കിട്ടുന്നത്? 10 രൂപയാണ്. എത്രയാണ് പ്രൈസ് ചേഞ്ച്? പ്രൈസ് ചേഞ്ച് അറിഞ്ഞെങ്കിൽ ഇവിടെ പ്രൈസ് ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഈ സയൻസൊക്കെ ഇനി ഭാവിയിൽ വരും. അപ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് നേരത്തെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. P0 ഇനീഷ്യൽ പ്രൈസാണ്. P1 P1 കറൻറ്റ് പ്രൈസ്. അപ്പോൾ ഡെൽറ്റ പി അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് P1 മൈനസ് P0. നമ്മളിതിങ്ങനെ ചിലപ്പോൾ P1 P0 എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും ചിലപ്പോൾ കണക്കുകളിൽ വരാണ്ട്, അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് സൂചിപ്പിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ ടെർമിനോളജീസ് വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രൈസ് ചേഞ്ച് എത്രയാണ് വന്നിരിക്കുന്നത്? എത്രയാണ് P1 എത്രയാണ്? ഇവിടെ ലേറ്റസ്റ്റ് പ്രൈസ് എത്രയാണ്? 110 മൈനസ് 100 രൂപയായിരുന്നു P0 അല്ലേ? ഇനീഷ്യൽ പ്രൈസ് എത്ര വരുന്നത്? 110 മൈനസ് 100 ഈക്വൽ ടു 10 രൂപയാണ് നമ്മുടെ പ്രൈസ് ചേഞ്ച്. നമ്മുടെ പർച്ചേസിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസിങ് പ്രൈസ് ഇവിടെ P0 തന്നെയാണ്. അതാണ് പർച്ചേസിങ് പ്രൈസ്. എത്രയാണെന്ന് വെച്ചാൽ ഈ P0 തന്നെയാണ്. എത്ര P0? 100 റുപ്പീസ് ഈക്വൽ ടു 20/100 വിൽ ബി ഈക്വൽ ടു 0.2. ഇതിന് നമുക്ക് ഇവിടെ പറയുന്നത് നമ്മൾ പെർസെൻറ്റേജ് ആക്കണം എന്നാണ്. വി ഹാവ് ടു ഗിവ് ഇൻറ്റു 100 നമ്മൾ ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഡെസിമലിൽ എഴുതാണ്, എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 20%. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20% റിട്ടേൺ ആണ് കിട്ടുന്നത്. 10% ഇൻകം ആയിട്ട് കിട്ടും. നമുക്ക് കിട്ടുന്ന ഡിവിഡൻ്റ് ആയിട്ട് 10% കിട്ടും. അതുകൂടാതെ നമ്മൾ ആ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. അതിൻ്റെ റിട്ടേണും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അതുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചെറിയ മാർക്കിന് ചോദിക്കും. നിങ്ങൾക്ക് സിലബസിന് മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ മോഡൽ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒരു പ്രാവശ്യം ചിലപ്പോൾ ഇതിൽ പ്രോബ്ലം ചിലപ്പോൾ അധികം ചോദിക്കും. ചിലപ്പോൾ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ ചിലപ്പം തിയറി എഴുതേണ്ടി വരും. ചിലപ്പോൾ നല്ലൊരു പെർസെൻറ്റേജിലും പ്രോബ്ലംസും അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അധികം ഒരു പ്രോബ്ലം പേപ്പർ എന്നുള്ള മട്ടിൽ കാണേണ്ട കാര്യമില്ല. ഇത് മെയിൻലി തിയറി പേപ്പർ തന്നെയാണ്.
പക്ഷേ പ്രോബ്ലത്തിൻ്റെ ഒരു അതിപ്രസരം കുറച്ചധികം തന്നെ പ്രോബ്ലംസ് ചിലപ്പോൾ എന്താണ് ഇതിൽ വരാനും ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇത് അങ്ങനെയാണ് വരുന്നത്. ഇഫ് ദ പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഹോൾഡർ റിസീവ്ഡ് ഡിവിഡൻഡ് ഓഫ് 25 പെർ ഷെയർ. അവിടെ നമ്മൾ ഇനീഷ്യൽ പ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇക്വേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, ഈ പർച്ചേസിങ് പ്രൈസിന് പകരം എന്താണ് ലേറ്റസ്റ്റ് പ്രൈസ് എഴുതാൻ പറ്റുള്ളൂ. നമ്മുടെ ഇൻകം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, അത് 25 രൂപയാണ് ഇൻറ്റു 100. അപ്പോൾ ഏകദേശം റിട്ടേൺ വരുന്നത് 8.93% ആണ് റേറ്റ് ഓഫ് റിട്ടേൺ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈസ് അറ്റ് ദി ബിഗിനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ P0, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇനീഷ്യൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് അറ്റ് ദി എൻഡും കൊടുത്തിട്ടുണ്ട് 160. അപ്പോൾ ഇവിടെ എത്ര പ്രൈസ് ചേഞ്ച് 20 റുപ്പീസാണ്. പിന്നെ എന്താണ് ഡിവിഡൻഡ് 8 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്താണ് അത് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ? എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ പോസിബിൾ റിട്ടേൺസ് മൾട്ടിപ്ലൈഡ് ബൈ ദെയർ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ്. നമുക്ക് പ്രോബബിലിറ്റി നോക്കിയിട്ട് നമ്മൾ എന്താണ് എത്ര റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് അറിയുന്നതാണ്. വി ഡോണ്ട് നോ അതായത് അൺസർട്ടൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ നമ്മുടെ റിട്ടേൺ, അതായത് നമുക്ക് തിരിച്ച് കിട്ടുന്ന തുകക്ക് വല്ല വ്യതിയാനങ്ങൾ വരും എന്നുള്ള ഒരു സംശയമുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോബബിലിറ്റീസ് നോക്കിയിട്ട് വേണം ഇതിനെ എന്താണ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേണിനെ മീൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് എക്സിൻ്റെ മേലെ ഡാഷ് വരച്ചാൽ മീന് സിഗ്മ ഓഫ് XI പ്ലസ് PI. അപ്പോൾ ഇത് എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ സൈൻ ആണെങ്കിൽ സിഗ്മ മീൻസ് ഇതിൻ്റെ ടോട്ടലാണ് രണ്ടിൻ്റെ കൂടി. ഈ XI എന്താണ് പോസിബിൾ റിട്ടേൺസ് ആണ്, നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള റിട്ടേൺസ്, പോസിബിലിറ്റി ഉള്ളത്. ചിലപ്പോൾ പ്രോബബിലിറ്റി, കാരണം ഇങ്ങനെയും വരാം റിട്ടേൺ ഈ തരത്തിലും പ്രോബബിൾ ആണ് എന്നുള്ളത് വരുന്നതാണ് ഈ P1. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടലാണ് ഈ പറയുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിട്ട് ഇവിടെ വരുന്നത്. ഇന്ന് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ്റെ ഒരു മാതൃകയാണ് question. An investment provides a return of 10%. 10% ആണിത്, 25%, 30%. ഇതെന്താണ് പോസിബിൾ റിട്ടേൺസ് ആണ്. കാര്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇട്ടാൽ ഇൻവെസ്റ്റർ പറഞ്ഞത് നിങ്ങൾക്ക് 10% ആദ്യ വർഷം തരും. ഇപ്പോൾ 100 രൂപ ഇട്ടാൽ ആദ്യം 10 രൂപ തരും, പിന്നെ അതിൻ്റെ 25% തരും, പിന്നെ അതിൻ്റെ 30% തരും. നമ്മൾ കാണുന്നത് ഇതിൻ്റെ പ്രോബബിലിറ്റി ചിലപ്പോൾ ഇത് 15% വരെയും പോകാൻ ചാൻസ് ഉണ്ട്. അതും അവർ പറയുന്നുണ്ട്. പ്രോബബിലിറ്റി യു ക്യാൻ ഗെറ്റ് അറൗണ്ട് 15% റിട്ടേൺ ഇൻ ഫസ്റ്റ് ഇയർ. Probably you can also get 30%, and probably you can also get a 31% in the third year. Calculate the expected return. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ there are two possibilities. One is certain case. The possible case is 10%, 25%, and 30%. Probably you can also get a little bit higher of 15, 30% or 31%. The probability could be lower also. ചില കേസിൽ ചിലപ്പോൾ ലോവർ ആവാനും അത് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഹയർ കേസാണ് വരുന്നത്. സോ വാട്ട് കുഡ് ബി ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ? ഇവിടുത്തെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താവണമെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സിഗ്മ ഓഫ് XI ആൻഡ് PI. സിഗ്മ മീൻസ് എ ടോട്ടൽ ഓഫ് എ കോളം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എവിടെ നമ്മൾ സിഗ്മ കാണുകയാണെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് എ ടോട്ടൽ. അപ്പോൾ അതിന് നമ്മൾ ടേബിൾ വരച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ XIൻ്റെയും PIൻ്റെയും ആ ഡാറ്റാസിൻ്റെ ഒരു ടേബിൾ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ വേറെവർ യു സി എ സിഗ്മ യു ഹാവ് ടു റിലൈ ഓൺ എ ടേബിൾ. അത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. നമ്മൾ BNM-ലൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ മീൻ കാണാനോ അല്ലെങ്കിൽ ഒരുപാട് ഈ കോറിലേഷൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ കേസിലൊക്കെ. അപ്പോൾ നമ്മൾ യു ഹാവ് ടു ഡ്രോ എ ടേബിൾ. നമുക്കിവിടെ കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. സോ വാട്ട് ഈസ് ദ പോസിബിൾ റിട്ടേൺ? The possible return is 10%, 25% and 30%. You have to write it like this. നമ്മൾ 10, 25 and 30. അപ്പോൾ നമ്മൾ 100 രൂപയുടെ ആണെങ്കിൽ 10 കിട്ടും, 100-ന് അടുത്ത വർഷം 25 കിട്ടും, 30 കിട്ടും. Then the possibility associated with returns, probability associated with returns എത്രയാണ്? 15, പിന്നെ 30%, 31%. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇവിടെ നമ്മൾ ഓരോന്നിനെയും ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ചെയ്താണ്. ഇപ്പോൾ 15 ആണെങ്കിൽ ഡിവൈഡ് ഇറ്റ് ബൈ 100, എന്നിട്ട് നമ്മളിവിടെ എഴുതുക. അപ്പോൾ ഇവിടെ വരിക അതേമാതിരി അടുത്തത് 30 ആകുന്ന നേരത്ത് ഡിവൈഡ് ഇറ്റ് ബൈ 100. ഞാനിവിടെ വെറുതെ റഫിൽ ചെയ്താണ്. അടുത്തത് എത്ര വരും? 31. ദെൻ യു ഹാവ് ടു എന്താണ് ഇവിടെ XI/PI ആണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. ഏത് ഈ രണ്ട് വാല്യൂം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 × 0.15 വിൽ ബി 1.5. അങ്ങനെ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഇടുക, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഇടുക. ദെൻ യു റൈറ്റ് ദ ടോട്ടൽ ഓഫ് ദീസ് ടു ഹിയർ. അപ്പോൾ ദ ടോട്ടൽ ഓഫ് ദീസ് ത്രീ നമ്പേഴ്സ് ആർ 18.3, വിച്ച് ഈസ് sigma XI/PI, the total of XI and PI. അപ്പോൾ ഇതാണ് 18.3 ആണ്. സോ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇൻ ദിസ് കേസ് ഈസ് 18.3%. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ എന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് വെച്ചാൽ യു ക്യാൻ ഗെറ്റ് 18.3 റിട്ടേൺ. അപ്പോൾ റിട്ടേൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ബാങ്കിലിട്ടു, ഒരു വർഷം കഴിഞ്ഞാൽ 7% അല്ലെങ്കിൽ 8% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. ഇഫ് യു ആർ പുട്ടിങ് എൻ FD, അതിൻ്റെ പേരാണ് റിട്ടേൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു വർഷം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം ഇട്ടാൽ യു ക്യാൻ ഗെറ്റ് അറൗണ്ട് 8,000 to 9,000 rupees. അറൗണ്ട് 8,000 to 9,000 rupees ആഫ്റ്റർ 1 year. അതിനാണ് നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞത്. അതിന് പകരമായിട്ട് നമ്മൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന നേരത്തെ നമുക്ക് നോക്കണം ഏതാ റിട്ടേൺ കൂടുതൽ കിട്ടുക. അതനുസരിച്ച് എന്താണ് നമ്മൾ ഇറ്റ് ഇസ് എ മെയിൻ ഇൻഡിക്കേറ്റർ അല്ലേ. റിട്ടേൺ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്. എന്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ റിട്ടേൺ കിട്ടുന്നതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് വൈൽ യു ഇൻവെസ്റ്റ് ഇൻ എ ഇൻസ്ട്രുമെൻറ്റ് ഓർ എ ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ നമ്മൾ ഈ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒന്ന് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അതുപോലുള്ള കണക്കുകളാണ് ഇതൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ കുറച്ചൊരു എന്താണ് വളഞ്ഞ് ചോദിച്ചിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇത് എ സ്റ്റോക്ക് കോസ്റ്റിംഗ് ₹130, no dividends, the possible prices that stock might sell for the end of the year with respective probabilities. അപ്പോൾ ഇവിടെ റിട്ടേണിനെ പറ്റിയല്ല പറഞ്ഞത്, നമുക്ക് പ്രൈസ് ഷിഫ്റ്റിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ പ്രൈസ് 130 ആണ്. വരും വർഷങ്ങളിൽ എന്താണ് 120 ആവാം, 130 ആവാം, 140 ആവാം, 150 ആവാം, 160 ആവാം, 170 ആവാം. ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റീസ് ആണ്. ദി പ്രോബബിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് റിട്ടേൺ അല്ലെങ്കിൽ ദാറ്റ് പ്രൈസ് ചേഞ്ച്. അതെത്ര വരുന്നത്? ഇതാണ് 1% പ്രോബബിലിറ്റി ഉള്ളത് എന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് എന്ത് കാണണം? നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണണം. അപ്പോൾ ഇവിടെ പ്രൈസ്, അതായത് നമുക്ക് ദേ ആർ നോട്ട് ഓഫറിങ് അസ് എനി ഇൻകം. ദി ഓൺലി ഓഫർ വിച്ച് ദേ ആർ ഗിവിങ് ഈസ് ദ ഷിഫ്റ്റ് ഇൻ ദ പ്രൈസ്. പ്രൈസ് ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് മറിച്ച് വിറ്റാൽ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്ത് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്, ദ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എങ്ങനെ ഇത് കാണാമെന്നുള്ളതാണ്. നമുക്കിവിടെ പ്രോബബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എത്രയാണ് പോസിബിൾ റിട്ടേൺ എത്രയാണെന്ന് അറിയില്ല. നമുക്ക് ഈ പ്രൈസ് ഷിഫ്റ്റ് വെച്ച് നമ്മളത് കാണേണ്ടി വരും. അപ്പോൾ പോസിബിൾ റിട്ടേൺ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഔട്ട് ദ പോസിബിൾ റിട്ടേൺസ് ഹിയർ അല്ലേ. അപ്പോൾ ഈ പോസിബിൾ റിട്ടേൺ കാണണമെങ്കിൽ നമ്മളിങ്ങനെ ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് P1 എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ അസറ്റ് ഓർ എ ഷെയർ ഓർ എ സെക്യൂരിറ്റി, സംതിങ് വിച്ച് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് P1 മൈനസ് P0. വാട്ട് ഈസ് P0 ഹിയർ? ഇവിടെ P0 വരുന്നത് 130 ആണ്, വിച്ച് ഈസ് എന്താണ് ദ ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് ഇറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്. തുടക്കകാലത്ത് ഫെയർ വാല്യൂ ആണ് എന്ത് ഈ P0 എന്ന് പറയുന്നത്. ഇതാണ് P0 എന്ന് പറയുന്നത്. ദ സ്റ്റോക്ക് കോസ്റ്റിംഗ് ₹130. അതാണ് എൻ്റെ ഇനീഷ്യൽ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എന്ത് P1 എന്ന് പറയുന്നത്. 120, 130, 140. അത് ഓരോ കാലഘട്ടങ്ങളിൽ ഇതിന് വരുന്ന പ്രൈസിന് വരുന്ന ഷിഫ്റ്റുകളാണ്. ഇതാണ് അതിൻ്റെ പ്രോബബിലിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രോബബിലിറ്റി, പിന്നെ മറ്റൊരു ടേബിൾ കണ്ടിട്ടാണ് നമ്മൾ എന്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണില്ല, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ് പോസിബിൾ റിട്ടേൺ ആണ്. നമ്മൾ നേരത്തെ കണ്ട കണക്കുകൾ ചെയ്ത മാതിരി പോസിബിൾ റിട്ടേൺ ആണ് നമ്മൾ കാണേണ്ടത്.
അപ്പോൾ ആദ്യം തന്നെ ഈ പ്രൈസുകൾ ഓരോന്നായിട്ട് ആ P1 എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ എടുത്ത് എഴുതണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ P1 അല്ലെങ്കിൽ പ്രൈസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് വി ഹാവ് ടു എന്താണ് സബ്സ്ട്രാക്ട് P1 ഫ്രം P0. P1 ഹാസ് ടു ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം P0 ഇൻ ഈച്ച് ഓഫ് ദ കോളം. ഓക്കെ, നമ്മൾ എന്താണ് 120നെ 130 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ -10 ആണ് വരിക. 130യെ 130യോട് മൈനസ് ചെയ്യുമ്പോൾ 0. 140യെ 130യോട് മൈനസ് ചെയ്യുമ്പോൾ 10, മൈനസ് ചെയ്യുമ്പോൾ 20, 30, 40. എന്നിട്ട് ഈ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇക്വേഷൻ വരുന്നത്. P1 മൈനസ് P0 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. P1 മൈനസ് P0 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഡിവൈഡഡ് അഗെയിൻ ബൈ P0 ഇൻറ്റു 100. അപ്പോഴാണ് നമുക്കെന്ത് കിട്ടും? ഇതാണെന്ത് നമ്മുടെ പോസിബിൾ റിട്ടേൺസ്. അപ്പോൾ ഈ കോളത്തിൽ വരുന്നതാണ് നമ്മുടെ പോസിബിൾ റിട്ടേൺസ്. എങ്ങനെ കിട്ടും? P1 മൈനസ് P0. അപ്പോൾ ഈ കോളങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് P1 മൈനസ് P0 ആണെന്ന് ഓരോന്നും. ഇത് ഡിവൈഡഡ് ബൈ 130 ഇൻറ്റു 100 കിട്ടിയാൽ പോസിബിൾ റിട്ടേൺ എന്താണ് ഈ കേസിൻ്റെ കിട്ടും. അടുത്ത കിട്ടണമെങ്കിൽ 0 ഡിവൈഡഡ് ബൈ 130 ഇൻറ്റു 100 അത് ഈ കേസിൽ കിട്ടും. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യ റോൾ എഴുതേണ്ടത് എന്താണ്? മൈനസ് 10 ആണ്. -10 ഡിവൈഡഡ് ബൈ 130 ഇൻറ്റു 100. 692 ആയിരുന്നു. -7.692 ആയിരുന്നു. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും കിട്ടിയ വാല്യൂസാണിത്. അത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് ഓരോന്ന് ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു 100 വരുമ്പോൾ കിട്ടുന്ന ഓരോ വാല്യൂസാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം മാത്രം നമ്മളിത് വെച്ച് നമ്മൾ ഇഫ് യു വാണ്ട് ടു ഡിസ്പോസ് ദ അസറ്റ് യു വിൽ ബി ഹാവിങ് എ ലോസ് അല്ലെ, നെഗറ്റീവ് എമൗണ്ടാണ് വരുന്നത്. നമുക്ക് ലോസ് ആണ് വരുന്നത്. കാര്യം എന്താണ്? 130ൻ്റെ വിലയുള്ള അസറ്റ് 120 ആവാണ് ആദ്യ വർഷം. പിന്നെ ഓരോ വർഷം വെക്കുന്തോറും എന്താണ് ദ വാല്യൂ ഓഫ് ദ അസറ്റ് അല്ലെങ്കിൽ ദ പ്രൈസ് ഓഫ് ദ അസറ്റ് ഈസ് ഇൻക്രീസിങ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ എന്താണ്? പോസിബിൾ റിട്ടേൺ ഈസ് ഓൾസോ ഇൻക്രീസിങ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ അറിയണം. കാര്യം ഈ പോസിബിൾ റിട്ടേണിൻ്റെ ഒരു പ്രോബബിലിറ്റീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 0.1, 0.2 എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ പ്രോബബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് വി ഹാവ് ടു മേക്ക് അനദർ ടേബിൾ ഓൾസോ. എന്താണ്? നമുക്കിപ്പോൾ പോസിബിൾ റിട്ടേൺസ് കിട്ടി. വി ഓൾറെഡി നോ ദ പ്രോബബിലിറ്റി. ഇത് രണ്ടും കൂടി നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക. ദെൻ വി ഹാവ് ടു ടോട്ടൽ ദ എമൗണ്ട് ഹിയർ. നമ്മൾ ആ ടോട്ടൽ വന്ന എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതിയും വേണം. അപ്പോൾ എന്താ നമ്മുടെ പോസിബിൾ റിട്ടേൺസ്? These are our possible returns and our probabilities are given here also. So given the data we can find out the expected return. Okay, ഓരോന്നിനായിട്ട് നമ്മുടെ ഫിഗേഴ്സ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം -7.69 ഇൻറ്റു 0.1 എന്നിട്ട് ഇവിടെ അതിൻ്റെ എമൗണ്ട് എഴുതുക. 0 അപ്പോൾ ഇത് 0 വരുന്നത്, ഇത് എഴുതുക. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എഴുതുക. സോ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇൻ ഈച്ച് കേസസ് ഈസ് ഓൺലി ദ ഫസ്റ്റ് കേസ് ഈസ് -0.77. അപ്പോൾ പ്രോബബിലിറ്റി നമുക്കറിയാം. പ്രോബബിലിറ്റി പഠിച്ച ആൾക്കാർക്ക് അറിയാം. നമ്മൾ 1നെയാണ് എന്താണ് ഷോർട്ടായിട്ട് പറയാം. 100% ജയിക്കുക എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ 10% ചാൻസ് ഉള്ളൂ എന്ത് ഈ -6 അതായത് -7.69 കിട്ടാൻ. അതേമാതിരി ഈ 23 ഈ പോസിബിൾ റേറ്റ് എന്ന് പറഞ്ഞത് ആകെ 0.2% ഉള്ളൂ. 20% ചാൻസ് ഉള്ളൂ. ബാക്കി 80% എന്താണ് നോ ചാൻസ് ആണ്. അപ്പോൾ ആ പ്രോബബിലിറ്റി വെച്ച് നോക്കുന്ന നേരത്തെ നമുക്ക് എന്താണ് റിട്ടേൺ ഏകദേശം 4 ഇതെല്ലാം കിട്ടാൻ ചാൻസ്. പ്രോബബിൾ കേസ് ഈസ് 4.62 എങ്കിലും റിട്ടേൺ കിട്ടാൻ ദ പ്രോബബിൾ കേസ് ഇറ്റ്സ് ടെല്ലിങ് ദാറ്റ്. അപ്പോൾ അത്രയും വെച്ച് നമ്മൾ എന്താണ് ഇതിൻ്റെ ടോട്ടൽ കണ്ടാൽ നമുക്ക് എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ വെൻ വി കീപ് ദ അസറ്റ് ഫോർ ഓൾ ദീസ് എന്താണ് ഇത്രയും കാലഘട്ടങ്ങൾ വെക്കുകയാണെങ്കിൽ, ഈ പ്രൈസ് ചേഞ്ചൊക്കെ നമ്മൾ സഹിക്കാൻ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് എക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇത്രയും കിട്ടും. ഇത് പോസിബിൾ റിട്ടേൺസ് ആണ്. പക്ഷേ പ്രോബബിൾ ആയിട്ട് നമ്മൾ എന്താണ് ഈ പ്രോബബിലിറ്റി ഈ ഫാക്ടറും കൂടി നമ്മൾ ഇൻറ്റു ചെയ്യുന്ന നേരത്തെ നമുക്ക് അതിൻ്റെ പ്രോബബിൾ കേസ് നമുക്ക് കിട്ടും. അതാണ് എന്ത് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ചെയ്യുന്ന നേരത്ത് 13.08 വരുന്നത്. നിങ്ങൾക്ക് വേണം നോക്കുക, ചിലപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. സോ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് 13.08%. അപ്പോൾ നമ്മൾ ഇത്രയും കാലം വെച്ചാൽ 13.08% കിട്ടുന്നുള്ളൂ.
വലിയ റിട്ടേൺ ഒന്നും നാളെ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്നില്ല. ദേ ആർ നോട്ട് ഓഫറിങ് അസ് എനി ഇൻകം. എന്താ വരുന്നത്, പ്രൈസ് ഷിഫ്റ്റ് വരുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ഗെറ്റ് റിട്ടേൺ ഫ്രം ദ ഇൻകം വിച്ച് ഇറ്റ് ഗിവ്സ് അല്ലേ. നമുക്ക് പറയാം ഒരു ഷെയർ എടുത്താൽ അതിന് ഡിവിഡൻഡ് കിട്ടും, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണിത് ആ കമ്പനിയുടെ. അത് കൂടാതെ തന്നെ ആ ഷെയറിൻ്റെ വാല്യൂവിൽ വരുന്ന മാറ്റവും എന്താണ്, നമ്മുടെ റിട്ടേൺ ആണ്. അപ്പോൾ ഇതിലിവിടെ എന്താണ്, നമ്മളെ ഈ അസറ്റിൻ്റെ വാല്യൂവിൽ വന്ന ഷിഫ്റ്റ് മാത്രമേ റിട്ടേൺ ആയിട്ട് വരുന്നുള്ളൂ, നമ്മുടെ ഇൻകം ഒന്നും ഇവർ പറയുന്നില്ല. അപ്പോൾ ഇത്രയും കേസസേ ഉള്ളൂ എന്ത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന നമുക്ക് പ്രോബ്ലംസ്. അത് നിങ്ങൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് നോക്കുക. ഇവിടെ ഇതാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടെത്താനാണ് പറയുന്നത്. നിങ്ങളൊന്നത് ട്രൈ ചെയ്ത് നോക്കുക. കാര്യമായിട്ടൊന്നും റിട്ടേണിൽ വരുന്നില്ല, എന്നാലും യു ക്യാൻ എക്സ്പെക്റ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമ്മൾ വല്ലാണ്ട്